പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ശ്രീജയും വേദയും സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദ പറയുന്നുണ്ട്, ശ്രീജേട്ടത്തെ വെറും ഒരു പാവമാ. ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, വേദയും അങ്ങനെ തന്നെയാ. ഞാനൊരു കാര്യം പറയാൻ മറന്നു. ശ്രീജ വേദയോട് പറയുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, നാളെ മുതൽ അമ്മ വ്രതം നോക്കുക. എല്ലാ വർഷവും ഉള്ളതാ. ഈ കുടുംബത്തിനും വിക്രമിനും വേണ്ടിയിട്ടാ. വേദയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമല്ലേ? ഇത് കേട്ട് പറയുന്നുണ്ട്, അപ്പോൾ നാളെ മുതൽ ഞാനും വ്രതത്തില്ല. വിക്രമിന്റെ സ്വഭാവം മാറുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മയുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. രാവിലെ എന്നെ നേരത്തെ വിളിക്കണേ, ഞാൻ ഉറങ്ങിപ്പോയാലോ. ശ്രീജ അപ്പം പറയുന്നുണ്ട്, ഞാൻ രാവിലെ അമ്മയോട് പറയാം. നമ്മള് വൈകാതെ കിടന്നോ. ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോവാ. വേദ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം വേദയും കിടക്കുക. അപ്പോഴേക്കും രാവിലെ വന്ന് കമലം വിളിക്കുക. വേദേ മോളെ. ഇത് കേട്ട് വേദ ഉണരുന്നുണ്ട്. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് കമലം ചോദിക്കുന്നുണ്ട്, ശ്രീജ പറഞ്ഞു മോളും അമ്പലത്തിൽ വരുന്നുണ്ടെന്ന്. വേദ അപ്പൊ പറയുക, അമ്മയും വിക്രമിന് വേണ്ടി വ്രതം നോക്കുവല്ലേ, എനിക്കും ഇതിലൊക്കെ വിശ്വാസം അമ്മേ. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം. അപ്പോഴേക്കും കമലം പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ടാ മോളെ വീട്ടിൽ വന്നത്. വിക്രമിനെ ഇത്ര മാറ്റിയത്. മോളുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇവന്റെ സ്വഭാവം കണ്ട് ആരെങ്കിലും ഈ വീട്ടിൽ താമസിക്കൂ. മോളല്ലാതെ വിക്രമിനെ മാറ്റിയെടുക്കാൻ മോക്ക് മാത്രമേ പറ്റൂ. ഇതൊക്കെ കേട്ട് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് കമലം പറയുന്നുണ്ട്, സംസാരിച്ച് സമയം കളയാൻ മോള് റെഡിയായിട്ട് വാ. വേദ പറയുന്നുണ്ട്, ശരിയമ്മേ. വേദ കുളിക്കാൻ പോകുന്നുണ്ട്. നന്ദിനി വിക്രമിന് ചായ കൊണ്ടു കൊടുക്കാൻ പോവാ. വിക്രമിന്റെ അടുത്ത് ചെന്ന് നന്ദിനി വിളിക്കുന്നുണ്ട്, വിക്രം എഴുന്നേക്ക്, ഇതാ ചായ. ഇത് കേട്ട് വിക്രം ഉണരുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട്, ഇതാ ചായ കുടിക്ക്. ഇത് കണ്ട് വിക്രം ചോദിക്കുക, അല്ല വേദാൾ എവിടെ പോയി? അല്ലെങ്കിൽ അവളല്ലേ കൊണ്ടുവരാറ്? നന്ദിനിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അവള് കൊണ്ടുവന്നാലേ നീ കുടിക്കൂ? അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ എന്നും അവളല്ലേ വരാറ്? അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അല്ല വിക്രം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവളിവിടെ ചായ കൊണ്ടുവരുമ്പോൾ നിന്നോട് എന്താ സംസാരിക്കുന്നത്? കുറെ സമയം കഴിഞ്ഞാ അവൾ അടുക്കളയിലോട്ട് വരുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോഴേക്കും നന്ദിനി പറയുക, നീ ചായ കുടിക്ക്. ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട്. വിക്രം കട്ടിൽ നിന്നും എഴുന്നേറ്റ് ജനല് തുറന്ന് പുറത്തോട്ട് നോക്കുന്നുണ്ട്, വേദ അവിടെ നിൽപ്പുണ്ടോന്ന്. എന്നിട്ട് ചായ കുടിക്കുക. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, അല്ല ഇന്നവളെ കണ്ടില്ലല്ലോ, ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ അടുക്കളയിൽ കാണും. എവിടെയാലും എനിക്കെന്താ. വിക്രം ചായ കുടിച്ചിട്ട് മുറ്റത്തോട്ട് പോകുന്നുണ്ട്. വേദ കിടക്കുന്ന സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് പറയുന്നുണ്ട്, അവളുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്, അവളെ കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും മുറ്റം തൂക്കാനായിട്ട് നന്ദിനി വരുക. ഇത് കണ്ട് ചോദിക്കുക, അല്ല നീ എന്തിനാടാ അകത്തോട്ട് നോക്കുന്നേ, അവിടെ ആരെങ്കിലും ഉണ്ടോ? വിക്രം പറയുന്നുണ്ട്, അല്ല, ഞാൻ അമ്മയെ നോക്കിയതായിരുന്നു. ഇത് കേട്ട് നന്ദിനി പറയുക, അമ്മ ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഒരുങ്ങുക. ഇന്നു മുതൽ അമ്മ വ്രതം നോക്കുക. നീ ഇതൊന്നും അറിഞ്ഞില്ലേ? വിക്രം പറയുന്നുണ്ട്, ഇല്ല, അമ്മേനോടൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും വിക്രം അകത്തോട്ട് പോകുന്നുണ്ട്. അടുക്കളയിൽ പോയി അവിടെ വേദ ഉണ്ടോന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. വിക്രമിനെ കണ്ടപ്പോൾ ശ്രീജ ചോദിക്കുക, എന്താ വിക്രം, നന്ദിനി നിനക്ക് ചായ കൊണ്ട് വന്നുല്ലോ, എന്തെങ്കിലും വേണോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അല്ല ഞാൻ അമ്മയെ നോക്കുമായിരുന്നു. ശ്രീജ പറയുക, അമ്മ റൂമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ക്ഷേത്രത്തിൽ പോവാനായിട്ട്. ഇത് കേട്ട് വിക്രം വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അകത്തു നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയുക, ശ്രീജേട്ടത്തി ആ തോർത്ത് ഒന്നെടുത്തു തരൂ. ആരോ വരുന്നതിന്റെ ഒച്ച കേട്ട് വേദ പറയുക, ശ്രീജയാണെന്ന് കരുതിയിട്ടാ പറയുന്നേ. അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിപ്പുണ്ട്. വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അത് വേദയാന്ന്. അപ്പോഴേക്കും വിക്രം സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്നും ഒരു തോർത്തെടുക്കുക വിക്രം. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഒന്നെടുത്തതാ ശ്രീജേട്ടത്തി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അപ്പോഴേക്കും വിക്രം മുറിയുടെ ഡോറ് മുട്ടുന്നുണ്ട്. ഇത് കേട്ട് വേദ ശ്രീജയാണെന്ന് കരുതി ഡോറ് തുറക്കുക. എന്നിട്ട് ചിരിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് തോർത്തുമായി വിക്രം നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. വേദ അങ്ങനെ കണ്ട പണ്ണും വീഴ്ച നിൽക്കുക വിക്രം. ഇത് കണ്ട വേദ പെട്ടെന്ന് കഥ കടയ്ക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളായിരുന്നോ? നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ശ്രീജേട്ടത്തിയല്ലേ വിളിച്ചത്? അപ്പോഴേക്കും പുറത്തുനിന്ന് വിക്രം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കുളിക്കാൻ വന്നപ്പോ നീ അകത്ത് നിന്ന് തോർത്തെടുത്തതാന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്ന കേട്ടത്. അതാ ഞാൻ എടുത്തു തരാനായിട്ട് കഥക് മുട്ടിയത്, അല്ലാതെ നിന്നെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾക്കൊന്നും പറയാൻ മേലായിരുന്നോ? ശ്രീജേട്ടത്തിയല്ല നിങ്ങളാന്ന്. എന്റെ ഈശ്വര, എന്തബദ്ധവും ഞാൻ കാണിച്ച്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, ശരി ശരി, ഞാൻ കഥക് തുറക്കാം, കൈ നീട്ടുമ്പോൾ ഓർത്ത് എന്റെ കയ്യിൽ തരണം, കേട്ടല്ലോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്നോട് ആരടി ഇപ്പോടെ കുളിക്കാൻ വരാൻ പറഞ്ഞത്? അല്ലെങ്കിൽ നീ ഈ രാവിലെ എനിക്കറിയില്ലല്ലോ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട്. കഥക് തുറക്ക്. അപ്പോഴേക്കും വേദ കൈ നീട്ടുന്നുണ്ട്. വിക്രം കയ്യിലോട്ട് തോർത്തു കൊടുക്കുക. അപ്പോഴേക്കും ഇതെല്ലാം നന്ദിനി കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് വായും തുറന്ന് നിൽക്കുക നന്ദിനി. എന്നിട്ട് വിക്രം ചെറുചിരിയോടെ കടന്നു വരുക. അപ്പോഴേക്കും വിക്രം നോക്കുന്നത് നന്ദിനിയുടെ മുഖത്താ. വിക്രം ഒന്നും അറിയാത്ത പോലെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി
നന്ദിനി അപ്പൊ പറയുന്നുണ്ട് ഞാൻ എല്ലാം കണ്ടു. ഓ അപ്പൊ നമ്മൾ അറിയാതെ ഈ വീട്ടുകാരെ എല്ലാരെയും പറ്റിച്ചിട്ട് നീയും അവളും നല്ല സ്നേഹമാ അല്ലേ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി ഇത് എന്താ പറയുന്നേ? അനാവശ്യം പറയല്ലേ ഏട്ടത്തി. ഞാൻ കുളിക്കാനായിട്ട് പോയപ്പോ അവൾ അകത്ത് കുളിച്ചോണ്ട് നിൽക്കായിരുന്നു. തോർത്തെടുത്തതാന്ന് കിടന്ന് നിലവിളിച്ചു. അതാ അവിടെ നിന്ന് ഒരു തോർത്തെടുത്ത് കൊടുത്തത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാ. അപ്പോഴേക്കും നന്ദിനി വിക്രമിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിനക്ക് എന്നെ വിളിക്കായിരുന്നല്ലോ, ഞാൻ എടുത്തു കൊടുക്കില്ലായിരുന്നു. അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചില്ലായിരുന്നു. അതിനിപ്പോ എന്താ? പോയിക്ക് നന്ദിനി പറയുന്നുണ്ട് ഒന്നുമില്ല, നീ പോ. ഇത് കേട്ട് വിക്രം പോവാ. നന്ദിനി പറയുന്നുണ്ട് ഇവള് മനഃപൂർവ്വം വിക്രമിനെ വിളിച്ചതാ. വിക്രമിനെ വശീകരിക്കാൻ ശ്രമിക്കും അവള്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വ്രതം എടുക്കാൻ പോവല്ലേ അവന്റെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ട്. ഇനി ഇവള് ഈ വീട്ടിൽ നിന്നാ എല്ലാവരുടെ മനസ്സിൽ ഇവള് കയറിപ്പറ്റും. അതിനു മുന്നേ ഇവള് ഓട്ടിക്കണം. ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം കൈവരിയിലിരിക്കുക. വേദ കുളിച്ചിട്ട് നടന്നു വരുന്നുണ്ട്. വിക്രം വേദയെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോവാ. വിക്രം അപ്പോഴേക്കും വേദയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലം വന്നിട്ട് പറയുന്നുണ്ട് മോനെ, ഞാനും വേദയും ക്ഷേത്രത്തിൽ പോവാ. ഇന്നു മുതൽ ഞാനും വേദയും വ്രതം നോക്കുന്നുണ്ട്. വേദയും എന്റെ കൂടെ വരുവാ. മോന്റെ ഈ സ്വഭാവമൊക്കെ മാറാനാ ഈ അമ്മ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതിന് എനിക്കിപ്പോ എന്താ അമ്മേ, ഞാൻ അനാവശ്യമായിട്ട് ആരെയും തല്ലാറില്ലല്ലോ. അപ്പോഴേക്കും വേദ ഒരുങ്ങി വരുന്നുണ്ട്. കമല അപ്പൊ പറയുക ഞാൻ മാഷിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും വിക്രം വേദയെ നോക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വ്രതം എടുക്കുന്നേ? വേദ അപ്പൊ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ എടുക്കുന്നേ. നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം മാറാനും നിങ്ങളുടെ ഈ സ്വഭാവം മാറാനും. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കുളിക്കുവാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മനഃപൂർവ്വം അവിടെ വന്നതൊന്നും അല്ലല്ലോ അല്ലേ? ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ടേ. വിക്രം ഗുണ്ടയാ, പക്ഷേ നീ കരുതും പോലെ അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ. ഞാനൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നേരെ നോക്കിയിട്ടില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പെണ്ണാന്നൊന്നും ഞാൻ നോക്കില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ ചാടിക്കടിക്കാനായിട്ട് ചോദിച്ചതല്ലേ ഉള്ളൂ. എന്നിട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുക. വിക്രം വേദേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കമലം വരുന്നുണ്ട്. എന്നിട്ട് പറയുക എന്നാ നമുക്ക് പോവാം മോളെ. ശ്രീജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരില്ലേ? കമലം പറയുന്നുണ്ട് പെട്ടെന്ന് വരാം, ഞാൻ വന്നിട്ട് മാഷ് പറമ്പിലോട്ട് പോകത്തുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് കമലവും വിക്രവും കടന്നു പോകുന്നുണ്ട്. വേദ തിരിഞ്ഞ് വിക്രമിനെ നോക്കുക. വിക്രം വേദേനെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് വേദ കാല് തട്ടി വീഴുന്നുണ്ട്. ഇത് കണ്ട വിക്രം ഓടി വേദയുടെ അടുത്ത് പോവാ. പെട്ടെന്ന് വേദ ഇങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കുമ്പോ കമലം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക എന്താ പറ്റിയ മോളെ? വേദ പറയുന്നുണ്ട് കാല് നല്ല വേദനിക്കുന്നു, എങ്ങനെയാ വീണേന്ന് അറിയില്ല. ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് മാനത്ത് നോക്കിക്കൊണ്ട് നടന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കും, നിനക്ക് നേരെ നോക്കി നടക്കാൻ അറിയില്ലേ? അപ്പോഴേക്കും വേദ പതിയെ പറയുന്നുണ്ട് ഞാൻ നോക്കിയത് നിങ്ങളെ തന്നെയാണ്. ഇത് കമലം കേൾക്കുന്നില്ല, പക്ഷേ വേദ പറഞ്ഞത് വിക്രമിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. വിക്രം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വേദയുടെ കാല് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നോക്കിനി ക്ഷേത്രത്തിലോട്ട് വരാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, എന്താ ഇനി ചെയ്യാ? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മ, എന്നെ ഒന്ന് പിടിച്ചേ. അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം കൈ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട കമലം വിക്രമിനെ നോക്കി ഇങ്ങനെ ചിരിക്കുക. വേദ അപ്പോൾ വിക്രമിനെ നോക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് കമലം വിക്രമിനോട് പറയുന്നുണ്ട് അല്ല നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കെന്ത് വിഷമം, അമ്മയ്ക്ക് തോന്നുന്നതാ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇവൾക്ക് നടക്കാൻ വയ്യെങ്കിൽ അമ്മ പൊക്കോ, ഇവളെ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം അമ്പലത്തിലേക്ക്. ഇത് കേട്ട് വേദ വിക്രമിനെ അമ്പരന്ന് നോക്കുക. ഇത് കേട്ട് കമലം വേദയെ നോക്കി ചിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് ശരിയാ ഇവൻ പറഞ്ഞു, മോൾ ഇനി ഈ വയ്യാത്ത കാലം വെച്ച് നടക്കണ്ട, ഇവൻ ബൈക്കിൽ കൊണ്ടുവരും. മോള് ക്ഷേത്രമുറ്റത്ത് നിന്നാ മതി, ഞാൻ വന്നിട്ട് ഒരുമിച്ച് നമുക്ക് തൊഴാനായിട്ട് പോവാം. ഇത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നു. വിക്രം അപ്പോഴേക്കും വേദയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു വാ വന്ന് ബൈക്കിൽ കയറ്, നേരെ നോക്കി നടക്കാൻ അറിയും, അവന് മാത്രം ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ വീണത് നിങ്ങൾ കാരണോ? വിക്രമിനെ ഞാൻ തിരിഞ്ഞു നോക്കി നടന്നത് കൊണ്ടാണ് ഞാൻ വീണത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ആരാടി പറഞ്ഞേ എന്നെ നോക്കാൻ? എന്തായാലും നിനക്കത്ര ആവശ്യമായിരുന്നു. അപ്പോഴേക്കും നന്ദിനി ഇത് കണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക വിക്രം നീ എവിടെയാ ഇവളെയും കൊണ്ട് പോകുന്നേ? അമ്മ പോയോ? ഇവളെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാമായിരുന്നില്ലേ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോയതാ. അപ്പോഴേക്കും ഇവള് കാലിടിച്ച് വീണു, കാല് നല്ല വേദനയുണ്ടെന്ന്, ഞാൻ പോയി അമ്പലത്തിൽ കൊണ്ട് വിട്ടിട്ട് വരാം. ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരുന്ന വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവക്ക് വേദനയൊന്നും കാണില്ല, ഇവള് മനഃപൂർവ്വം ചെയ്തതായിരിക്കും നീ ഇവളെ ബൈക്കിൽ കൊണ്ടുപോവാനായിട്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല നന്ദിനിയേട്ടത്തി, ഞാൻ അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാറില്ല, അസൂയയും കുശുമൊന്നും എനിക്കില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ കേറുന്നുണ്ടോ? അപ്പോഴേക്കും വേദ വിക്രമിന്റെ ബൈക്കിൽ കയറി രണ്ടുപേരും പോകുന്നുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ അവരെ നോക്കി നിൽക്കുവാ നന്ദിനി. വിക്രം വേദയെ ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നടന്നു വരാൻ പറ്റുമോ? വേദ അപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ വേദനയില്ല, ഞാൻ അമ്മയുടെ കൂടെ നടന്നു വന്നോളാം. വിക്രം അപ്പൊ പറയുന്നുണ്ട് ശരി നീ പൊക്കോ, അമ്മ അകത്ത് കാണും. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് അമ്പലത്തിനകത്തോട്ട് പോവുക. ഇത് കണ്ട് വിക്രം വേദയെ നോക്കി ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്.